ലോഹിദാസിന്റെ തിരക്കഥ എനിക്കൊന്നും ഒരുപാട് തിരക്കഥകൾ ഉർവശിക്ക് നല്ല വേഷങ്ങളാണ് പ്രദാനം ചെയ്തത്. അല്ലേ? ലോഹിദാസ് ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം സൃഷ്ടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും നല്ല റൈറ്റേഴ്സ് പോകുന്നതാണ് ഇപ്പം അങ്ങനെയുള്ള തിരക്കഥകൾ വരാത്തത്. ലോഹിതൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴും ഭൂതക്കണ്ണാടി തന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ലോഹിട്ടാടെ എന്തിനാ ഡയറക്റ്റ് ചെയ്യുന്നത്? ഈ നല്ല റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിലേക്ക് മാത്രം പോകും. നല്ല നല്ല ഡയറക്ടേഴ്സുമായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ സത്യേൻ്റെ കൂടെ ലോഹിതൻ ചെയ്യുന്ന പടങ്ങളുടെ സ്വഭാവം വേറെ ആയിരിക്കും, ശശിയേട്ടൻ ലോഹിതൻ ചെയ്ത പടങ്ങളുടെ സ്വഭാവം വേറെയാണ്. മൃഗയ പോലൊരു സ്ക്രിപ്റ്റ് ഇനി മലയാളത്തിൽ ഇനി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വികൃതനായിട്ടുള്ളൊരു നായകൻ. ആർക്കും ആ സിനിമ കാണുമ്പോൾ മമ്മൂക്കയെപ്പോലെ അതിനകത്തുള്ള ആ വേഷമിട്ട ഒരാളിനെ നമുക്ക് ആരും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുത്തി എടുക്കുന്ന തരത്തിലാണ് ഒരു തിരക്കഥയുടെ ഒരു വാല്യൂ. ലോഹിതൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ജാതകം തന്നെ ആ ക്യാരക്ടർ തന്നെ എന്നെ വെച്ചിട്ടാണ് ചെയ്യാനിരുന്നത്. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് എനിക്ക് വേറെ ഒരു പടത്തിൻ്റെ തിരക്കിലായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ പോലും ലോഹിതൻ നമ്മൾ സ്പോട്ടിൽ ചെല്ലുമ്പം ആദ്യത്തെ ദിവസം തന്നെ ലെറ്റർ കൊടുത്തു വിടും. ഒരു കത്ത് കൊടുത്തു വിടുന്നത് ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വെങ്കലം പടം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ലോഹിതൻ വന്നിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ലെറ്റർ വൈകുന്നേരം വരും. പ്രിയപ്പെട്ട തങ്കമണി, ക്യാരക്ടറിനോടെ സംസാരിക്കുള്ളൂ, ഉർവശി ഇതൊന്നും വിളിച്ച് സംസാരിക്കില്ല. തങ്കമണി, പിന്നെ മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടർ ഗോപി, പിന്നെ സുഖമാണോ, കുറച്ച് പരുക്കനാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു നല്ല ഹൃദയമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ കഥയുടെ കണ്ടന്റ് നമുക്ക് മനസ്സിലാവും. ആ കത്തിലൂടെ എന്താണ് മൂപ്പര് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതാണ് ക്യാരക്ടറും ഇതാണ് സംഗതികളും. അമ്മായിയമ്മ അവരുടെ പരിസരത്തുള്ളവരും ഒക്കെ രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ആകാമെന്ന പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പക്ഷേ തങ്കമണിക്ക് താല്പര്യമില്ലെങ്കിൽ ഒട്ടും അതിനെ കൂട്ടു നിൽക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ ആദ്യം എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എന്താ എഴുതുന്നത്. മൃഗയൊക്കെ ചെല്ലുമ്പോഴും അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു രീതിയായിരുന്നു. ഒരുപക്ഷെ ആ സിനിമയിലേക്ക് നിങ്ങളെ കഥാപാത്രത്തെ വിളക്കി ചേർക്കുകയാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ആ കഥാപാത്രത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് ആ വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ പറഞ്ഞു തരികയാണ്. ഞാൻ കുറെ കാലം സൂക്ഷിച്ചിരുന്നു ലെറ്റർ.